ഹായ് ഗൈസ്, ഞാൻ ടെക്സസിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ടെക്സസിൽ തണുപ്പൊക്കെ മാറിയെന്ന് വിചാരിക്കും, നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. സാധാരണ ഇവിടെ കൃഷി ചെയ്യുന്നത് നമ്മുടെ ഈസ്റ്ററൊക്കെ കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഇപ്പം എന്തായാലും ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ നല്ല ചൂടും സൺലൈറ്റും കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ കുറേ ചെടികളൊക്കെ പയ്യെ നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പം ചെടികളൊക്കെ പയ്യെ നമ്മുടെ നാരകവും പച്ചമുളകും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ വെളിയിലോട്ട് എടുത്തു വെച്ച്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ നമ്മുടെ ഈ കോവൽത്തണ്ട് എവിടെയായിരുന്നത്? നമ്മുടെ കോവൽത്തണ്ട് നമ്മുടെ അടുക്കളയുടെ അടുപ്പിൻ്റെ മുകളിലായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് നമ്മളിപ്പോൾ എടുത്ത് വെളിയിലോട്ട് വെച്ചു. നമ്മൾ വേണ്ട മണ്ണും ഒക്കെ ഇട്ട് വേണ്ട കോവലിനെ നമ്മളിങ്ങനെ കിളിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ കോവൽ തുടങ്ങി. അപ്പം ബാക്കി എന്തൊക്കെയാണ് ഇപ്പോൾ കൃഷി നടക്കുന്നതെന്നും കൃഷി എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല, അറിയത്തില്ല ഇപ്രാവശ്യം എങ്ങനെയാകുമെന്ന്. പക്ഷേ നിങ്ങൾ ആരും ഇപ്പം വിത്തൊന്നും ഇടാൻ പോകരുത്. കാരണം മണ്ണ് നന്നായിട്ട് ചൂടായിട്ടേ ഉള്ളൂ വിത്തൊക്കെ കിളിപ്പിക്കാവുള്ളൂ. ഞങ്ങളും ഇപ്പോൾ പല വിത്തുകളും ഞാൻ കാണിച്ചു തരാം, കിളിപ്പിച്ച് വെക്കുന്നുണ്ട്. മണ്ണൊക്കെ ഇട്ട് വിത്തൊക്കെ ഇട്ട് കിളിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ എന്നോടൊപ്പം വരും. കണ്ട്, ഇത് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെയാണ് ഇപ്പം നിൽക്കുന്നത് വെളുത്തുള്ളി. പിന്നെ നമ്മുടെ ഉള്ളിയും ഇങ്ങനെ. ഇതൊന്നും ഇത് റെഡി ആയിട്ടില്ല. വെളുത്തുള്ളി റെഡി ആകുമ്പോഴത്തേക്ക് എൻ്റെ വെളുത്തുള്ളി റെഡി ആകുമ്പം ഇതിൻ്റെ ഈ ഇലയെല്ലാം നോക്കി ഇങ്ങനെ ഉണങ്ങി നിൽക്കും. അപ്പോഴാണ് അതിൻ്റെ അർത്ഥം വെളുത്തുള്ളി റെഡി ആയെന്നാണ്. ഇപ്പോൾ വെളുത്തുള്ളി റെഡി ആയിട്ടില്ല, ഇങ്ങനെ വരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ടൊമാറ്റോ വാങ്ങിച്ചിപ്പോൾ വെച്ചിട്ടുണ്ട്, തൈ വാങ്ങിച്ച് വെച്ചതാണിത്. പിന്നെ ഇപ്പം കൃഷി ചെയ്യാൻ പറ്റിയ സാധനമാണ് നമുക്ക് കോളിഫ്ലവർ. കോളിഫ്ലവർ പിന്നെ കുറച്ചിങ്ങനെ വെച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ഈസ്റ്റർ ലില്ലിയാണ് കിളുത്ത് വരുന്നത്. ഇതേണ്ട നമ്മുടെ നാരകം എടുത്ത് വെളിയിൽ വെച്ച് ഇത് ഇടയ്ക്കെടുത്ത് അകത്തോട്ട് വെക്കും കേട്ടോ. കാരണം ചില ദിവസങ്ങളിൽ ഇപ്പോഴും രാവിലെ നല്ല തണുപ്പാണ്. ഇതേണ്ട നമ്മുടെ റോസ്മേരിയൊക്കെ കുഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കുറേ റോസ്മേരിയുടെ കമ്പ് കിട്ടി. മല്ലി ഒക്കെ കിളുത്ത് വരുന്നു ഉണ്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ പോമഗ്രാനേറ്റൊക്കെ ഇങ്ങനെ ഉണങ്ങിയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്കവിടെ ഉണ്ടായിരുന്നില്ല ജമന്തി ഉണ്ടോ. ജമന്തി ഉണങ്ങിപ്പോയിട്ട് തണുപ്പ് പോയിട്ട് ഇപ്പോൾ കിളുത്ത് വരുന്നതുണ്ടോ. കാരണം നമ്മൾ ഒരു വർഷം വാങ്ങിച്ച് വെച്ചാൽ ഇന്ന് ഇതെല്ലാം തന്നെ ഇങ്ങനെ കിളുത്ത് വരും കണ്ടോ. ഇപ്പോൾ കിളുത്ത് വരുന്നതുണ്ടോ. അതുപോലെ തന്നെ ഇതും ആപ്പിളാണോ പെയറാണോ അതും ഇപ്പോൾ കണ്ടോ, പൂവൊക്കെ ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ആദ്യം വരുമ്പം ഇലയെല്ലാം പോയിട്ട് ആദ്യം പൂ വരും. പൂ ഇങ്ങനെ നാമ്പിട്ട് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ ആ പെസുമൻ കാക്ക, അത് കണ്ടോ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. ഇത് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ ഇതിലെല്ലാം ഇപ്പം കണ്ടോണം പൂക്കൾ വരും, പിന്നെ ഇല വരും. പിന്നെ ഇങ്ങനെ നമ്മൾ ഒരു മുരിങ്ങ എടുത്തിങ്ങനെ വെളിയിൽ വെച്ചിരിക്കുകയാണ്. ഇത് മുരിങ്ങയുടെ കമ്പ് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ ചട്ടി ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ്. അവിടെയൊക്കെ നമുക്ക് ഉള്ളി സബോളയൊക്കെ കാണാം. ഞാൻ പിന്നെ ഈ വീഡിയോ ഒക്കെ എടുത്തിടുന്നതേ ഉള്ളൂ. കഷ്ടപ്പാടൊക്കെ ഇവിടെയാണ്. നമ്മുടെ മിസ്റ്റർ റെജി മത്തായി മണ്ണ് ഉണ്ടോ, ഓരോന്നെല്ലാം കുഴിച്ച് വെക്കുന്നത് കണ്ടോ. മണ്ണ്, ഈ മണ്ണിനകത്ത് എന്തൊക്കെയുണ്ട്, ഇതിനകത്ത് എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഈ മണ്ണ്. ഇതെന്തൊക്കെയാണ് ഈ മണ്ണ്? ഈ മണ്ണിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? അപ്പം ഇതെന്തുവാ? പോട്ടിംഗ് സോയില്. ഇല്ല, ഇതിനകത്ത് എന്താ? ഇത് പോട്ടിംഗ് സോയില്, പിന്നെ സാൻഡ്, പിന്നെ ഇത് പെസ്റ്റിസൈഡ്, പിന്നെ ലൈം ആസിഡ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി. അതായത് നമ്മുടെ കാൽസ്യം കക്കയൊക്കെ ഇടുന്ന പോലെ. അതായത് ഇപ്പൊ ഇതിനകത്തുള്ളത് മണല്, പിന്നെ കക്ക, പിന്നെ ഇങ്ങനെ എന്താ പറയുന്ന പെപ്റ്റിസൈഡ് കീടനാശിനി പോലെ വളം മിക്സ് ചെയ്തിട്ട് ചട്ടിക്കകത്ത് ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പൊ ഇതെല്ലാം കൂടെ ഇത് സാൻഡ്, പ്ലെയിൻ സാൻഡ്, മണ്ണ് കട്ടിയാകാതിരിക്കാൻ, ഓക്സിജൻ ഒക്കെ ശരിക്കും കിട്ടാൻ വേണ്ടി, മണ്ണ് കട്ടിയാകാതിരിക്കാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ കക്കയും ഇടുന്ന അതിന് വേണ്ടിയാണല്ലോ. പിന്നെ ഇതെല്ലാം കൂടെ ഇതെന്തോ വളമോ? ഇതെല്ലാം മിക്സ് ചെയ്ത ഓക്കെ. മിക്സ് ചെയ്തിട്ട് ഇപ്പൊ എല്ലാ ചെടിക്കും ഇതാണോ? ഓരോ ചെടിക്കും ഇങ്ങനെ വെച്ച് കോവല്, മുളക്, വെള്ളക്കാന്താരി, ഇത് വെള്ളക്കാന്താരി, അത് പച്ചക്കാന്താരി, ഇത് കോവലിൻ്റെ തണ്ട്. ഇങ്ങനെ ഇവിടെയെല്ലാം കണ്ടോ ഇങ്ങനെ അങ്ങനെ ചെയ്ത് നമ്മുടെ ഈ ചട്ടിയെല്ലാം ഒരുക്കി വെച്ചിരിക്കുവാണ്.
ഉണ്ടോ ഇവിടെ എല്ലാം കൃഷിസ്ഥലം ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിത് കണ്ട് പറമ്പ് കണ്ടിട്ട് ബോധം കെട്ട് വീഴല്. ഇതെല്ലാം ആകെ അലങ്കോലമാണ്. ഹായ് ബെയിലി. ഇവിടെ കണ്ടോ കണ്ട മുളക് ഇതൊക്കെ ഇങ്ങനെ പയ്യെ കുഴിച്ച് വെച്ചത് ഞാൻ പറഞ്ഞില്ലേ. ആദ്യം ഫ്രൂട്ട് ട്രീ ആദ്യം വരുമ്പോൾ ആദ്യം നിറയെ പൂവാണ് വരുന്നതെന്ന്. ഇത് കണ്ടോ, ഇതൊരു നെക്ടറാണ്. അതിനകത്ത് നോക്കാം, ആദ്യം നിറയെ കണ്ടോ പൂക്കൾ വരുന്നുണ്ടോ. ഇവിടുത്തെ എല്ലാ ഫ്രൂട്ട് ട്രീയിലും ആദ്യം പൂക്കളാണ് വരുന്നത്. കണ്ടോ, പൂക്കൾ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ കായ ഉണ്ടാകുന്നത്. കണ്ടോ, വളരെ വളരെ മനോഹരം. ഓരോ ഫ്രൂട്ട് ട്രീക്കും ഓരോ കളറുള്ള പൂക്കളാണ്. ഞാൻ നോക്കട്ടെ, നമ്മുടെ നെയ്ബർഹുഡിലൊക്കെ ആർക്കെങ്കിലും പലർക്കും പല പല ഫ്രൂട്ട് ട്രീകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോത്തിൻ്റെയും പൂക്കൾ ഞാനെടുത്ത് അയക്കാം. കാണാൻ നല്ല ഭംഗിയാണ്. ആദ്യം ഇത് വരുമ്പം മൊത്തം പൂക്കളാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കാ വരത്തുള്ളൂ. ഇതാ കാഴ്ച നമ്മുടെ തണ്ട ഫിഷ്. പലരും എന്നോട് ചോദിച്ചു തണുപ്പത്ത് മീൻ എന്ത് സംഭവിക്കുമെന്ന്. തണുപ്പത്ത് മീനിന് ഒന്നും സംഭവിച്ചില്ല. മീനെല്ലാം ഐസിനടിയിൽ ഇങ്ങനെ കിടന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി പൊട്ടിച്ച് അതുങ്ങൾക്ക് ഫിഷ് തേടെ ഇതെല്ലാം നല്ല വണ്ണം വെച്ചു. തണുപ്പെല്ലാം കഴിഞ്ഞപ്പോൾ നല്ലതായിട്ട് വണ്ണം വെച്ചു. എനിക്കിതിനെയൊക്കെ പിടിച്ച് വറുത്ത് തിന്നാൻ തോന്നുന്നുണ്ട്. പക്ഷെ കഴിക്കാൻ പറ്റുന്ന ഫിഷ് അല്ല ഇത്. നല്ല തൻ്റെ താമരയൊക്കെ ഇങ്ങനെ പയ്യെ ഇങ്ങനെ കിളുത്ത് വരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ. ഇതാണ് ഉണ്ടോ. ഇതിൽ തന്നെ വേണ്ട നിറയെ പൂക്കളുണ്ടായി വരണം. ഉണ്ടോ, നേരെ വേണ്ട ഇങ്ങനെ നിറയെ പൂക്കളുണ്ടായിട്ട് വരുന്നത്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ആ ഇതുണ്ടല്ലോ ഗ്രീൻ ഹൗസ് പോലത്തെ അവിടുത്തെ നിൽക്കുന്ന. കണ്ടോ, ഞാൻ പണ്ട് കാണിച്ചായിരുന്നല്ലോ ഇവിടെ ഞങ്ങൾ ചെടികളൊക്കെ വെച്ചിരുന്നത്. കണ്ടോ, അതിനൊന്നും ഒരു കുഴപ്പവും പറ്റിയില്ല. ഇതൊക്കെ ഇവിടെ നിൽക്കുന്ന ഈ കൂടെ. പക്ഷേ നമ്മൾ കുറേ വെണ്ടയുടെ തൈയൊക്കെ കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. വെണ്ടയുടെ തൈയൊക്കെ നമ്മൾ കൂടുതൽ ഇവിടെ തൈയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് അരിയൊക്കെ ഇട്ട് കിളിപ്പിക്കുമ്പോൾ എനിക്കിഷ്ടമാണ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് ഇതുണ്ടോ, ഇവിടെ വെച്ച ഈ ചെടിക്കൊന്നും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ തുളസിയൊക്കെ ഒന്ന് ഉണങ്ങിപ്പോയി. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ ചെടികളൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് വെക്കണമെന്ന്. ഏത് സർവൈവ് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. പിന്നെ ഇതൊക്കെ കണ്ടോ സർവൈവായി. ഇതിനൊന്നും വലിയ കുഴപ്പം, കുറച്ചൊക്കെ ഉണങ്ങി. പക്ഷേ വലിയ കുഴപ്പങ്ങൾ വന്നില്ല. തേണ്ട ചേമ്പിൻ്റെ വിത്തൊക്കെ വെച്ചതൊക്കെ കിളുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ തേണ്ട ഏതാണ്ടൊക്കെയോ മുളച്ച് കിളുത്ത് വരുന്നുണ്ട്, ചെമ്പരത്തിയൊക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മളിവിടെ വെച്ചത് അത്രയ്ക്ക് നഷ്ടം വന്നില്ല. കുറച്ചൊക്കെ പോയി, പക്ഷേ കുറേയൊക്കെ കിട്ടി. തണ്ടിങ്ങനെ രണ്ട് റോസയൊക്കെ കിളുത്ത് വരുന്നു, എല്ലാം കിളുത്ത്. കണ്ടോ നമ്മുടെ മുരിങ്ങ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. മുരിങ്ങ കട്ട് ചെയ്ത് നമ്മൾ കവർ ചെയ്തൊക്കെ വെച്ചത്. കണ്ടിപ്പം മുരിങ്ങ ഇങ്ങനെയാണ്, എല്ലാം ഉണങ്ങി ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പം ചൂട് വന്നപ്പം നമ്മൾ ആ കവറിങ് എല്ലാം എടുത്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ കാണിക്കാം. ഓരോ പ്രാവശ്യവും ഇത് കിളുത്ത് വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ. അപ്പോൾ ഇതിങ്ങനെയാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ മുരിങ്ങയെല്ലാം ചട്ടിയിൽ നിന്ന മുരിങ്ങയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതൊക്കെ ഇപ്പോഴും വെളിയിലോട്ട് വെച്ച് അതിൻ്റെയൊക്കെ വേണ്ട ഇലയൊക്കെ കിളുത്ത് വരുന്നു. ഇതെന്താണ്ട് കിളുത്ത് വരുന്നു. ഇനി മണ്ണെല്ലാം എല്ലായിടവും റെഡിയാക്കുവാണ്. ഇപ്പോഴും നമ്മൾ മഴവെള്ളമൊക്കെ നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. ഇത് മഴവെള്ളം കളക്ട് ചെയ്യുന്നതാണ്. പിന്നെ ആമ്പലും പായലും ഒക്കെ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആണ്. ഈ സമയത്താണ് പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ മറന്നത്, സ്ട്രോബെറി. വെപ്പ കൂടുതൽ സാധനങ്ങൾ വന്നു. സ്ട്രോബെറി, പനിങ്കൂർക്ക, ഇതൊക്കെയാണ് വെക്കുന്നത്. ഇന്ന് ഇവിടെ പുറത്ത് പണിയാണ്. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് കാണാം ഇനി എന്തോരം സാധനങ്ങളൊക്കെ വന്നെന്ന്. ഇതൊക്കെ നമ്മുടെ അകത്തിരുന്നത് ഇപ്പോൾ എടുത്ത് വെളിയിലോട്ട് വെച്ചതാണ് കേട്ടോ. ഇന്ന് ഉണങ്ങി ഇതൊന്നും പോയില്ല.
ആ സമയത്ത് ഈ പനിക്കൂർക്ക കണ്ട് ഉണങ്ങിപ്പോയി. ഉണ്ടോ? ഇവിടെയാണ് നമ്മുടെ അരികളെല്ലാം മുളപ്പിച്ച് കിളിപ്പിച്ച് വെച്ച് വരുന്നുണ്ടല്ലോ, എല്ലാം മുളപ്പിക്കുകയാണ്. അതായത് മണ്ണ് ചൂടായിട്ടേ ഉള്ളൂ നമുക്കിത് ചെയ്യാവുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെയെല്ലാം അരികളെല്ലാം കിളിപ്പിച്ച് വെക്കുന്നുണ്ട്. പിന്നെ